ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ ഡാമുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇടുക്കി ഡാം ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കി ഡാം തന്നെയാണ്. അപ്പം ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. കുറുവൻ കുറുത്തി മലകൾക്ക് ഇടയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവാണ് കൊലുമ്പൻ മൂപ്പൻ. അപ്പോൾ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. കുറുവൻ കുറുത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവാണ് കൊലുമ്പൻ മൂപ്പൻ. അപ്പം അടുത്തത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1969 ഏപ്രിൽ 30-നാണ്. നിർമ്മാണം ആരംഭിച്ചത് എന്നാണ്? 1969 ഏപ്രിൽ 30-നും. ഇടുക്കി ഡാമിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് 1976 ഇന്ദിരാഗാന്ധിയാണ്. ഇടുക്കി ഡാമിൻ്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് മൂലമറ്റത്താണ്. ഇടുക്കി ഡാമിൻ്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? മൂലമറ്റം. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടിയാണ്. ഇടുക്കി ഡാമിൻ്റെ ജലസംഭരണ ശേഷി എത്രയാണ്? 2403 അടി. ഇടുക്കി ഡാമിൻ്റെ ഉയരം 168.91 മീറ്ററാണ്. ഇടുക്കി പവർ സ്റ്റേഷൻ്റെ സ്ഥാപക ശേഷി 780 മെഗാവോൾട്ടാണ്. ഇടുക്കി ഡാമിൻ്റെ സ്ഥാപക ശേഷി എത്രയാണ്? 780 മെഗാവോട്ട്. അടുത്തതാണ് നെയ്യാർ ഡാം. നെയ്യാർ ഡാം ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഡാമാണ് നെയ്യാർ ഡാം. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറാണ്. കേരളത്തിൻ്റെ നെയ്യാർ ഡാം തെക്കേ അറ്റത്താണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ്. ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. അടുത്തതാണ് പീച്ചി ഡാം. പീച്ചി ഡാം സ്ഥാപിച്ചത് 1957-ലാണ്. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണാലി പുഴയിലാണ്. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ മണാലി പുഴയിലാണ് പീച്ചി ഡാം. അടുത്തതാണ് ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? അത് ബാണാസുര സാഗർ ഡാമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാമും ബാണാസുര സാഗർ ഡാമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ കബനി പുഴയിലാണ്. കബനി നദിയിൽ വയനാട് ജില്ലയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ഏത് ഡാമിലാണെന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാമാണ്. വയനാട് ജില്ലയിലാണ്, കബനി നദിയിലാണ്. മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. ഉദ്ഘാടനം ചെയ്തത് 1955-ലാണ്. ഉദ്ഘാടനം ചെയ്തത് മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ്. മലമ്പുഴ നദിയിലാണ് മലമ്പുഴ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഗാർഡൻ, മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്നുള്ള ഗാർഡൻ അറിയപ്പെടുന്നത്. എന്താണ്? കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ്. മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതത് കാനായി കുഞ്ഞിരാമനാണ്. മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണി കഴിപ്പിച്ചത് ആരാണ്? കാനായി കുഞ്ഞിരാമനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ മലമ്പുഴയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ എവിടെയാണ്? മലമ്പുഴയിലാണ്. അതിൻ്റെ ശില്പി നെക് ചന്ദാണ്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കായ ഫാൻറ്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ അണക്കെട്ടിന് സമീപത്താണ്. അടുത്തതാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിലാണ്. മുല്ലപ്പെരിയാർ പണി തുടങ്ങിയ വർഷം 1887-ലാണ്. ഡാം കമ്മീഷൻ ചെയ്തത് 1895. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ജോൺ പെന്നി ക്വിക്ക് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെന്നി ക്വിക്ക്. ഉദ്ഘാടനം ചെയ്തത് ലോർഡ് വെൻലോക്ക് 1895-ലാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച വർഷം 1886 ഒക്ടോബർ 29-നാണ്. ഇനി പാട്ടക്കരാർ ഒപ്പുവെച്ചത് വി രാമയ്യങ്കാറും JC ഹാനിങ്ടണും ചേർന്നാണ്. കരാർ പുതുക്കിയത് C അച്യുതമേനോൻ 1970-ലാണ്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതമാണ്. ഡാമിൻ്റെ ഉയരം 53.6 മീറ്ററും നീളം 365.7 മീറ്ററുമാണ്.
പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. ജോൺ പെനിക്വിക് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തേനിയിലാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട തടാകം ചോദിച്ചാൽ അത് പെരിയാറാണ്. ഓക്കെ, അടുത്തത് പ്രധാന ഡാമുകളും നദികളും. അരുവിക്കര, കരമനയാറ്, കക്കയം കുറ്റിയാടി, കക്കിപ്പമ്പ, ശബരി പമ്പ, പഴശ്ശി വളപട്ടണം, ഇടമലയാർ പെരിയാറ്, മാട്ടുപ്പെട്ടി പെരിയാറ്, ഭൂതത്താൻകെട്ട് പെരിയാറ്, ചെറുതോണി പെരിയാറ്, ഇവയൊക്കെ പ്രധാനപ്പെട്ട ഡാമുകളാണ്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.